വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരുവാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, തൻ്റെ പീഡാസഹനത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ശിഷ്യന്മാർ അത് ഗൗനിക്കാവുന്ന ഒരു മാനസിക അവസ്ഥയിൽ ആയിരുന്നില്ല. സ്ലീഹന്മാരുടെ പ്രതിനിധിയായി കർത്താവിനെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിയായിരുന്നല്ലോ പത്രോസ്. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? സ്നാപയോഹന്നാൻ എന്ന്, ഏലിയ എന്ന്, ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. ആ ഉത്തരം കേട്ട് തൃപ്തനായ യേശുവിനെ അല്ല കാണുന്നത്. താൻ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുകിടന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, ഹൂ ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനുത്തരം പറഞ്ഞത് പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇങ്ങനെ ഒരു ഉത്തരം പത്രോസിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഈ ഉത്തരം പറഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറയുകയാണ്, യോനായുടെ പുത്രനായ ശമോനെ, നീ ഭാഗ്യവാൻ. ജഡമോ രക്തമോ അല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. നരകവാതിലുകൾ അതിനോട് പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് പറഞ്ഞ് അജപാലന ദൗത്യം അവിടുന്ന് പരമേൽപ്പിച്ച പത്രോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. അതേ പത്രോസാണ് മനുഷ്യപുത്രൻ പാടുപീടുകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നത്, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസിനും മറ്റ് സ്ലീഹന്മാർക്കും യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം ശരിയായി മനസ്സിലായില്ല എന്നതാണ് വസ്തുത. ശിഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് തെറ്റിദ്ധാരണകൾ നീക്കി വ്യക്തമായി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് യേശു മനസ്സിലാക്കി.
ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. കർത്താവിൻ്റെ ജെറുസലേം യാത്ര അതിനു വേണ്ടിയായിരുന്നു. പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനുള്ള താല്പര്യമാണ് യേശു വെളിപ്പെടുത്തിയത്. തീർത്തും സ്വതന്ത്രമായി ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം, മറ്റാരുടെയും നിർബന്ധം കൊണ്ടല്ല. ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപയോഹന്നാൻ ആരെ കാണിച്ചു കൊടുത്തു? യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദ സഫറിങ് സെർവൻ്റ് ഓഫ് യാവേ, സഹനദാസനായ വേദനയുടെയും സഹനത്തിൻ്റെയും മനുഷ്യനായി കർത്താവിനെ നാം ഇവിടെ കണ്ടുമുട്ടുകയാണ്. വിരൂപനും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനും ഉപേക്ഷിക്കപ്പെട്ടവനുമായിട്ടാണ് യെശയ്യാ ദൈവത്തിൻ്റെ ദാസനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നവനായി തങ്ങളുടെ ഗുരുവിനെ അവർ കാണുകയാണ്. എന്നാലിത് താൽക്കാലികമാണെന്നും കടന്നു പോകുന്ന ഒരു പ്രതിഭാസമാണെന്നും താൻ തന്നെ ദൗത്യം വിജയിപ്പിക്കുമെന്നും യേശു അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. താൻ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു. ഈ സൂചന അവിടുന്ന് ശിഷ്യന്മാരെ അറിയിക്കുകയുണ്ടായി. പത്രോസിന് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ദൈവപിതാവ് തങ്ങളുടെ ഗുരുവിനോട് കരുണ കാണിച്ച് ഗുരുവിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ ഹൃദയം നിറവേറ്റുവാൻ വന്നവനാണ് യേശു എന്ന കാര്യം പത്രോസ് പരിഗണിച്ചില്ല. വേദനയും സഹനത്തെയും തൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ മാർഗമായി തിരഞ്ഞെടുത്ത് യേശു സ്ലീഹന്മാരെ പഠിപ്പിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാനാണ്. ശൂന്യവൽക്കരണത്തിന് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നിരിക്കുന്നവനാണെന്നുള്ള ബോധ്യത്തോടു കൂടി സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നുള്ള ദൗത്യത്തോടു കൂടി ജീവൻ നിലനിർത്തുവാൻ, പരിപോഷിപ്പിക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ, സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുവാൻ തയ്യാറായി വന്ന യേശുവിനെയാണ് നാം കാണുന്നത്. പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് പരസ്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന സാഹചര്യത്തിലാണല്ലോ മരുഭൂമിയിൽ വെച്ച് പൈശാചികമായ പ്രലോഭനങ്ങളുണ്ടായത്. നീ എന്നെ ഒന്ന് വീണ് ആരാധിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാമെന്ന് പൈശാചികമായ ശക്തി യേശുവിനോട് പറഞ്ഞപ്പോൾ സാത്താനെ എൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞ് പൈശാചികമായ ശക്തി അവിടെ നാട്ടിപ്പായിക്കുകയുണ്ടായി. മരുഭൂമിയിലെ പരീക്ഷണത്തിലെ സാത്താൻ എന്ന പോലെ ഇവിടെ പത്രോസ് പരീക്ഷകനായി മാറുന്നതായി നാം കാണുകയാണ്. അതുകൊണ്ടാണ് പത്രോസിനെ ശകാരിക്കുന്നത്. സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ ചിന്തിക്കുന്നത് ദൈവീകമല്ല മാനുഷികമാണെന്ന് പത്രോസിൻ്റെ മുഖത്ത് നോക്കി യേശു പറയുകയാണ്. പത്രോസ് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു പ്രതിബന്ധമായി നിൽക്കുകയാണ്. കാരണം ദൈവഹിതം നിറവേറ്റുന്നതിൽ നിന്ന് മാറി പത്രോസ് യേശുവിനെ ഉപദേശിക്കുവാൻ പോയിരിക്കുകയാണ്. യേശുവിനെപ്പോലെ ശിഷ്യന്മാരും അവിടുത്തെ മാർഗം പിൻചെല്ലേണ്ടിയിരിക്കുന്നു. വിശ്വസ്തയോടെ യേശുവിനെ അനുഗമിക്കുന്നത് സഹനത്തിലേക്ക് നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യമനിൽ പീഡിക്കപ്പെട്ട ടോം ഉഴുന്നാലച്ചൻ നേരിട്ട ആ പ്രയാസങ്ങൾ, ആ സഹനങ്ങൾ സ്വയശുദ്ധീകരണത്തിന്, മറ്റുള്ളവരുടെ ശക്തീകരണത്തിന് എത്രത്തോളം സഹായമായി എന്ന് കാണുമ്പോൾ
വിശ്വസ്തയോടെ യേശുവിനെ സമീപിക്കുന്നവർക്ക് സഹനത്തിൽ നിന്നും മാറി നിൽക്കുവാനാവില്ല. ഉപാധികളില്ലാതെ എല്ലാ പരിണിത ഫലങ്ങളും ഏറ്റെടുക്കുവാനുള്ള തയ്യാറോടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതാണ് കുരിശുമെടുത്ത് അവിടുത്തെ പിൻചെല്ലുക എന്ന് പറയുന്നത്. കുരിശ് മനുഷ്യനെ ദൈവവുമായും മനുഷ്യനെ മനുഷ്യനുമായും മനസാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായും ഐക്യപ്പെടുത്തുകയാണ്. ദൈവത്തോട് അവനെ യോജിപ്പിക്കുവാനാണ് ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നത്. അത് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും ഒന്നിച്ചു വരുമ്പോഴാണ് അതൊരു കുരിശായിട്ട് കാണാൻ കഴിയുന്നത്. കുരിശ് വിജയത്തിലേക്കുള്ള മാർഗമാണ്. കുരിശില്ലാതെ കിരീടം വേണം, കഷ്ടപ്പെടാതെ സുഖിക്കണം, ജോലി ചെയ്യാതെ ശമ്പളം വേണം, പഠിക്കാതെ ജയിക്കണം. ഇതൊക്കെ ഇന്നിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ അതല്ല യേശു തമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അവിടുന്ന് പറയുന്നത്, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ യാതൊരു നിർബന്ധവുമില്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിക്കണം. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടല്ല. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടുള്ള പരിത്യാഗം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, നൈമിഷികമാണ്. അത് ശാശ്വതമല്ല. ശാശ്വതമായ ദൈവസ്നേഹമുണ്ടായെങ്കിൽ അതിനുവേണ്ടി എന്താണ് ഞാൻ ത്യജിക്കേണ്ടത്, ആ ബോധ്യത്തോടു കൂടി അത് ത്യജിക്കുവാൻ ഞാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശ് അനുദിനമെടുത്തുകൊണ്ട്, ഒരു ദിവസം മാത്രമല്ല, ഓരോരുത്തർക്ക് നേരിടുന്ന പ്രതിസന്ധികൾ, വേദനകൾ, തെറ്റിദ്ധാരണകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള കുരിശിനെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്കുള്ള ജൈത്രയാത്രയിൽ മറ്റൊരു ക്രിസ്തുവായി പാപത്തിന് പരിഹാരമർപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ പാപങ്ങൾക്കും പരിഹാരമർപ്പിക്കുവാൻ തയ്യാറായി സ്വന്തം പാപത്തിന് പരിഹാരമർപ്പിക്കുകയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമർപ്പിക്കുകയും ചെയ്യുന്ന, പരിഹാരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായി ജീവിതത്തിലെ കുരിശുകളെ വഹിച്ചുകൊണ്ട് കാൽവരിമലയിലെ ബലിയർപ്പണത്തിൽ പങ്കാളിയാകുവാൻ, ജീവിതബലി പൂർത്തിയാക്കുവാൻ തമ്പുരാൻ നമ്മെ ക്ഷണിക്കുകയാണ്. അവിടുത്തെ ആ പുനരുത്ഥാനത്തിൻ്റെ പുതുമയെന്ന് പറയുന്നത് തന്നോടൊപ്പം തൻ്റെ ശിഷ്യരും ഉയർപ്പിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുകയാണ് അവിടുന്ന്. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശിഷ്യനും ആയിരിക്കും. പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണുള്ളത്? യേശു നൽകുന്ന മറുപടി നോക്കുക. വരാനിരിക്കുന്ന കാലത്ത് മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. ഇതാണ് യേശു വാഗ്ദാനം ചെയ്യുന്ന വിജയം. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശിഷ്യനുമായിരിക്കും. ഞാൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിറവേറ്റുന്ന ശിഷ്യൻ ആ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ അവിടുന്ന് അവസരം നൽകും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വിരോധാഭാസം ഉൾക്കൊള്ളുന്ന ഒരു സുഭാഷിതം കൂടി അവിടുന്ന് എടുത്ത് പറയുന്നുണ്ട്. ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. അപ്പോൾ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും.
അപ്പോൾ നമ്മുടെ ജീവൻ ഇല്ലായ്മയായി മാറിക്കൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും. അതുപോലെ നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ അത് നഷ്ടപ്പെടും. എന്നാൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് വീണ്ടെടുക്കുവാൻ, കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്ന നിത്യജീവൻ്റെ ഒരു അനുഭവമാണ് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മതപീഡനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു സംസാരിക്കുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നാമൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള മറ്റുള്ളവരും ഞാൻ വഴി ജീവിക്കണം എന്നുള്ള ഉന്നതമായ ഒരു സങ്കല്പത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാൻ, സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുവാൻ തയ്യാറായ യേശുവിനെ പോലെ നമ്മുടെ ജീവൻ അർപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാക്സിമിലിയൻ കോൾബേ കാരാഗൃഹത്തിലെ തടവറ മകനു വേണ്ടി സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചതുപോലെ സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി അർപ്പിക്കുവാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ്. ഭൗതിക ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ ആധ്യാത്മിക ജീവൻ കണ്ടെത്തും. ഈ ലോകത്തിൽ നാം എത്ര കാലം ജീവിക്കുന്നുവെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. എന്നാൽ ഈ ലോകത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു മകനെന്നുള്ള നിലയിൽ, കുടുംബത്തിലെ ഒരു അംഗമെന്നുള്ള നിലയിൽ, കൂട്ടായ്മയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു? യുവർ നീഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ നീഡ്. നിൻ്റെ ആവശ്യം എൻ്റെ ആവശ്യത്തെക്കാൾ വലുതാണ്. നിൻ്റെ ആവശ്യമാണ് വലുത്, എനിക്ക് ആവശ്യമില്ല എന്നല്ല. നിൻ്റെ അത്യാവശ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ആവശ്യമൊന്ന് മാറ്റിവെക്കാവുന്നതാണ്. ആ ഒരു മനോഭാവത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് എൻ്റെ ജീവൻ ഞാൻ കണ്ടെത്തുവാൻ കഴിയുന്നത്. അവിടെ ഭൗതിക ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആധ്യാത്മിക ജീവൻ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയും. ശിഷ്യരെ ഭൗതിക തലത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു അവിടുന്ന്. സ്വന്തം ജീവൻ ദൈവത്തിന് സമർപ്പിക്കുന്നവൻ നിത്യജീവനിൽ അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വസ്തുവും ആധ്യാത്മിക ജീവന് മുമ്പിൽ ആത്മാവ് പ്രയോജനരഹിതമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ പണവും പ്രതാപവും സുഖവും സൗകര്യവും അധികാരവുമൊക്കെ വലുതാണെന്ന് കരുതുമ്പോൾ ആധ്യാത്മിക ജീവിതത്തിലെ നേട്ടമെന്ന് പറയുന്നത് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? യേശു തമ്പുരാൻ ചോദിച്ച ഈ ചോദ്യം ഇഗ്നേഷ്യസ് ലയോള, ഈശോ സഭയുടെ സ്ഥാപകൻ, പാരീസ് സർവകലാശാലയിലെ സമുന്നത പ്രൊഫസറായിരുന്ന ഫ്രാൻസിസ് സേവ്യറിനോട് ചോദിച്ചു. ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം, തൻ്റെ പ്രൊഫസർഷിപ്പൊക്കെ രാജിവെച്ചിട്ട് വിനീതനായി തമ്പുരാനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ, ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായി ജീവിക്കുവാൻ, ഈശോ സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരുവനായി മാറുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും അവിടത്തേക്ക് സാക്ഷിയായി ജീവിക്കുവാൻ, അനേകർ ജീവനുണ്ടാകുവാൻ, അത് സമർത്ഥമായി ഉണ്ടാകുവാൻ, സ്വന്തം ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറായി ഒരു പ്രേക്ഷിതനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ജപ്പാനിലും മലേഷ്യയിലും ശ്രീലങ്കയിലും ഇന്ത്യയിലും ഇവിടെ നിന്ന് ചൈനയിലേക്ക് പോകുന്ന വഴിയിലാണ് അദ്ദേഹം ടൈഫോയിഡ് ബാധിച്ച് ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നത്. എത്ര ആളുകൾക്കാണ് ജ്ഞാനസ്നാനം നൽകി അവരെ ദൈവമക്കളാക്കി തീർത്തത്.
തദ്ദേശ രാജാവായ മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ വടുകപ്പട്ടാളം മുന്നേറി വന്ന സാഹചര്യത്തിൽ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്ന സാഹചര്യത്തിൽ തൻ്റെ കയ്യിലുള്ള കുരിശ് ഉയർത്തിക്കൊണ്ട് തദ്ദേശ രാജാവിൻ്റെ മേൽ നിനക്ക് അധികാരമില്ല, നിങ്ങൾ തിരികെ പോകണമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചുവിടുന്ന ഫ്രാൻസിസ് സേവ്യർ വലിയച്ഛൻ പദവി ലഭിച്ചുകൊണ്ട് എത്ര ശുശ്രൂഷയാണ് നിർവഹിച്ചത്. മരിച്ചിട്ടും അഴിയാത്ത ശരീരവുമായി ഇന്നും അത് നിലനിൽക്കുന്നത് നമ്മയൊക്കെ വാസ്തവത്തിൽ ജീവൻ നേടിയെടുത്ത ഒരു വ്യക്തിയുടെ അനുഭവമാണ് കാണിക്കുന്നത്. യുഗാന്ത്യോന്മുഖമായ കാഴ്ചപ്പാടിലേക്ക് യേശു തൻ്റെ മക്കളെ തിരിക്കുകയാണ്. ഈ യുഗത്തിൽ നഷ്ടപ്പെടുന്നത് വരുവാനിരിക്കുന്ന ലോകത്തിൽ കണ്ടെത്തണം എന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ മാലാഖമാരുടെ അകമ്പടിയോടെ മഹത്വത്തിൽ എഴുന്നള്ളി വരും. വിധികർത്താവായിട്ടാണ് അവിടുന്ന് വരുന്നത്. കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിത്വത്തെയാണ് വിശുദ്ധ ഫിലിപ്പിനേരിയിൽ നാം കാണുന്നത്. 1515 ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറിയ പ്രായം മുതൽ ദൈവഭക്തിയിലും മാതാപിതാക്കളോടുള്ള ഭക്തിയിലും ഒക്കെ ജീവിച്ച വ്യക്തിയാണ്. വളരെ അനുസരണത്തോടുകൂടി വളർന്നു വന്ന വ്യക്തിയാണ്. ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ വിദ്യാഭ്യാസമൊക്കെ നേടി ഭാഷാ വ്യാകരണവും സാഹിത്യ പഠനവുമൊക്കെ അഭ്യസിച്ചു. ധനാഢ്യനായ പിതൃ സഹോദരൻ ഇറ്റലിയിലെ മോന്തെ കാസിനോയിൽ ജീവിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് നല്ല സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന അദ്ദേഹം അവയൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ വരികയും സെമിനറിയിൽ പ്രവേശിച്ച് പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി പ്രാർത്ഥന, ഉപവാസം, ഇന്ദ്രിയ നിഗ്രഹം ഇവയൊക്കെ അഭ്യസിച്ചുകൊണ്ട് നല്ല ഒരു പുരോഹിതനായി സേവനമനുഷ്ഠിക്കുന്നു. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ തെരുവിലീതിയിലേക്കിറങ്ങി വിവിധ ജീവിതാന്തത്തിലുള്ളവരെ അവിടുന്ന് കണ്ടുമുട്ടുകയും കർത്താവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആതുര സേവനം, ഉപവിയുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉദാത്തമായ ഒരു അൽമായ പ്രേക്ഷിതനായി അദ്ദേഹം ജീവിക്കുകയാണ്. ആധ്യാത്മിക പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പുരോഹിതനായ അദ്ദേഹം 36-ാമത്തെ വയസ്സിൽ പുരോഹിതനായി ഓററ്റോറിയൻ സഭ സ്ഥാപിച്ചുകൊണ്ട് 1564 മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്ന 1595 മെയ് മാസം 26-ാം തീയതി വരെ അതിൻ്റെ ജനറലായി സേവനമനുഷ്ഠിച്ചു. ലൂതറൻ വിപ്ലവത്തിൻ്റെ പരിണിതഫലം അനുഭവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിന് അതിൽ നിന്നും മോചനം നേടുവാനുള്ള പരിശ്രമം നടത്തി വിശ്വാസത്തിൽ സമൂഹത്തെ ഉറപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞത് യേശുവിനെ ബോധപൂർവം അനുഗമിക്കുവാൻ, അവിടുത്തെ സമ്പത്തായി കാണുവാൻ, ആ സമ്പത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഫിലിപ്പിനേരിക്ക് അങ്ങനൊരു സാക്ഷ്യം നൽകുവാൻ കഴിഞ്ഞത്. അതുപോലെയുള്ള ജീവിത സാക്ഷ്യം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ട ഓരോരുത്തരും ആ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിച്ചുകൊണ്ട് ഏതൊക്കെയാണ് ത്യജിക്കേണ്ടത്, ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് കരണീയമായിട്ടുള്ളത്, ഏതാണ് കരണീയമല്ലാതായിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം.